മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുമല്ലോ. മനുഷ്യ എന്റേന്നൊന്ന് വാങ്ങിച്ചു പിടിക്കല്ലേ കേട്ടാ. പിന്നെ എടി ASI സ്ഥലത്തില്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിനാണ് ചാർജ്. ഏട്ടെന്നും പറയണ്ട് വേറൊരു തവണ ഇരിപ്പുണ്ടല്ലോ ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്തരുന്ന എടി ഇന്ന് ചന്ത ദിവസമാണ്. വല്ല 10 കാശ് കിട്ടാനുള്ളത് അവൻ ചെന്ന് ഫോണെടുത്ത് അവനല്ലേ എടി കിട്ടു. മര മോന്റെ എന്റെ കമ്പി ചേട്ടറി. ഓ ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്കാ. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളുകുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റുണ്ട് ഇസ്മയിലേക്ക. ഹലോ വാ വാ പിള്ള സാർ എന്നെ എന്തര് അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സാർ പിടിക്കടോ. അതെ ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം കേട്ടു കേട്ടു. അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ വൈകുന്നേരം ആയ യുദ്ധക്കളാവും. യുദ്ധക്കളം കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനെഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 പെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്ന് മൂക്കീന്ന് മാന്തിയതാടാ? അല്ല ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ നീ ഇവിടുത്തെ ആരാ? അയ്യോ അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. സാറാമേ എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെയല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കാക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിണ്ണാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ ക്വാർട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ പെണ്ണ് പ്രായം തകഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത്? പെണ്ണ് പ്രായം തകഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ എന്താ നിന്റെ വീട് പണിയോടെ വരെയായി? എന്റെ വീട് പണിയാ. നിങ്ങളുടെ അല്ല ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോടെ മരപ്പണി തുടങ്ങാൻ. AC-യുടെ പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് എന്നെ വലിയ കാര്യം. അയ്യോ നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിക്ക? ആ എന്താ കൊച്ചന്തോണി ചേട്ടാ? ചെറിയാൻ കുഞ്ഞെ എന്റെ മോൾക്ക് എന്ത് പറ്റി? പുലിമുറ്റത്ത് ജോലിക്ക് വന്നിരുന്നതാ.
കാണാനില്ല 3-4 ദിവസമായിട്ട്. പ്രായം ചെന്ന പെൺകുട്ടികളെ വീട്ടുജോലിക്ക് അയക്കാൻ പറ്റിയ സ്ഥലം പുലിമുറ്റത്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പുലിമുറ്റത്തുനിന്ന് വീട്ടിലേക്കെന്നും പറഞ്ഞു പോന്നു എന്ന് അലക്സി കുഞ്ഞ് പറയുന്നേ. എന്റെ മോള് നിങ്ങൾ ഇന്ന് ഇവിടെ പൊട്ടി മുളച്ചു വന്നല്ലോ. സണ്ണി മലക്സിയുള്ള വീട്ടിലേക്ക് കൊച്ചിനെ പറഞ്ഞയക്കാൻ. ഇതിലും ഭേദേ ആ വടക്കമ്മനടിക്ക് പറഞ്ഞയക്കായിരുന്നു. താണ്ടെ മേലുദ്യോഗസ്ഥനെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വിചാരിക്കില്ല കേട്ടാ. കാണാതായ പെണ്ണ് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പുലിമുറ്റത്ത് ജ്വാലിക്ക് ഇരുന്ന പെണ്ണാണെന്ന് ഓർമ്മ വേണം. പുലിവാലി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ എടോ പിള്ളേ, ഈ പുലിമുറ്റത്തെ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മുട്ടുവിറക്കുന്നുണ്ടെങ്കിലേ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെയാണ് ഞാനും. അറിയാലോ, ഈ സണ്ണിയുടെയും അലക്സിയുടെയും അപ്പന്റെ അനിയന്റെ മകൻ എന്ന് വെച്ചാ അവർക്ക് ഞാൻ കൊച്ചച്ഛൻ. ഈ ചെറിയാൻ അല്ല ഞാൻ പറഞ്ഞു. മിണ്ടരുത്. ആ പാവം കൊച്ചന്തോണിച്ചേട്ടൻ വന്ന് സങ്കടം പറയുമ്പോ പള്ളി പോയി പറയാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. മോള് കണ്ടവന്റെ കൂടെ ചാടിപ്പോയന് കുടുംബത്തെ പറഞ്ഞവരുടെ പേരിൽ പരാതി കൊടുക്കും അല്ലടാ. നിന്റെ മോളിനി വരില്ല. നീ ഒന്ന് ചെന്ന് കണ്ടുപിടിക്കാം. അവന്റെ ഒരു പരാതി തൂക്കിയെടുത്ത് വണ്ടി കയറടാ. ഇങ്ങോട്ട് കേറ വണ്ടിയില്. ആരാ അന്തോണിക്ക് കൂട്ടുവരാനുള്ളത്? പറ. എല്ലാം നീ കൊണ്ടേക്കൊള്ളാം. ആ ലക്ഷ്യോടാ കളി. താനിവിടെ ഒരു കടലാസ് കഷ്ണം എഴുതി കൊടുത്തു വെച്ച് അലക്സിയുടെ ഒരു രോമത്തിനെ പോലെ ആരും തൊടുന്നു പേടിച്ചിട്ടല്ല. ഈ പോലീസ് സ്റ്റേഷനിൽ പുലിമുറ്റത്ത് അലക്സിയെ കുറിച്ച് ഒരു പരാതിയോ ഇടിച്ചെന്റെ കരളി ഞാൻ തുപ്പിക്കും. ഇയാൾ വന്ന് പരാതി എടുക്ക. അതങ്ങ് കേറി കളയടോ. തന്റെ മോള് വീട്ടിൽ താനുമായി പ്രശ്നമുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന് ഈ കടലാസിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്ക്. പിടിക്കണോ പിടിക്കണോ? സാറന്മാരെ, എന്റെ മോളെ ഈ കൊച്ചൻ എന്തോ അപകടപ്പെടുത്തിയതാ. ഇസ്മയിലെ, ഇതെഴുതി ഈ തെണ്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിക്ക്. ഉത്തമ, ഈ പറഞ്ഞതൊന്നും എഴുതിയ മോനെ. എന്തേ വയ്യേ? നാട്ടുകാർക്ക് പരാതി എഴുതി കൊടുത്തും വക്കാലത്ത് പറഞ്ഞും തെക്ക് വടക്ക് നടക്കുന്ന നിന്നെ കൊണ്ടും വയ്യേ? ഉത്തമ, മോനെ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ പൊന്നു മോളാ. കുഞ്ഞിന്റെ പെറ്റമ്മയെ ഓർത്ത് ഇത് ചെയ്യരുത്. സർവ ഞാഞ്ഞോളിലും വിഷം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അശോക, അതിന് പാവപ്പെട്ട പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. കാശും കഴിവും രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടാ സംഘവും ഒക്കെ ഉള്ളവരല്ലേ ഈ പുലിമറ്റത്തുകാര്. കൊച്ചന്തോണി ചേട്ടന്റെ കണ്ണീര് വീണ സത്യം പറയാലോ, കൂട്ടു നിന്നവരൊക്കെ മുടിഞ്ഞു പോകത്തുള്ളൂ വീരാനക്ക. മുകളിലിരിക്കണ ദൈവം തമ്പ്രാനെ കണ്ണില്ലായിരിക്കുവോ ഈ അലക്സിയൊക്കെ ഇങ്ങനെ കയറൂരി വിടാൻ? അല്ലോ, പടച്ച തമ്പുരാനേക്കാളും കരുത്തുള്ളവനാ അവന്റെ ഏട്ടൻ സണ്ണി. അനിയൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഏട്ടനത് അന്തസ്സാ. വീരാനെ, അല്ല ദേ കൊച്ചന്തോണി ചേട്ടന്റെ മോളുടെ ശവം പുല്ലൂരാൻ ചോലയിൽ കണ്ടൂന്ന്. എന്റെ റോസിമോളുടെ പ്രായം ഉണ്ടാവും. തീർന്നു. ഒരു പട്ടി ചത്ത വില പോലും ഇല്ല.